നമ്മുടെ ഈ വർഷത്തെ +1 ഇംപ്രൂവ്മെന്റ് എക്സാം അതിനെ ബേസ് ചെയ്ത് ഒത്തിരി സംശയങ്ങൾ കുട്ടികൾക്കുണ്ട്, പേരൻസിനുമുണ്ട്. അതിനകത്ത് ഏറ്റവും ഒന്നാമത്തെ സംശയം എന്ന് പറഞ്ഞാൽ സേ എഴുതി കഴിഞ്ഞ വർഷം ഫെയിലായ കുട്ടികൾക്കാണ്. അത് ഈ വർഷത്തെ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ സംശയം. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇതുവരെ ഒന്നുമേ കാര്യങ്ങളൊന്നും നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഒക്ടോബറിൽ എക്സാം ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 1, 2, 3 സംശയങ്ങളാണ് പല കുട്ടികൾക്കും ഉള്ളത്. അപ്പൊ അതിനെല്ലാം ഏകദേശം ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ കൂടെ അൺഒഫീഷ്യലായിട്ട് വന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് HSC റിപ്പോർട്ടിനുള്ളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ വർഷം തന്നെ ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടെന്നും അതുപോലെ ഒക്ടോബർ മാസം 3rd വീക്കിൽ നടക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. മീൻസ് 13-ാം തീയതി തൊട്ട് 20-ാം തീയതി എന്നുള്ള ആ ഡേറ്റിൽ നടക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യും. അത് ഉടനെ നിങ്ങളിലോട്ട് എത്തിക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അതിന്റെ ബേസിലാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പഴയ ഫെയിലായ കുട്ടികൾക്കും എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും മറ്റൊരു പ്രത്യേകത, സവിശേഷത. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ +1 ഇംപ്രൂവ്മെന്റ് എന്ന് മാത്രമല്ല, +1 ഇംപ്രൂവ്മെന്റ് ഒരു സ്ലാഷ് ഇട്ടിട്ട് അവിടെ പറയുന്നത് ഇംപ്രൂവ്മെന്റ് എന്നുള്ളത് അല്ലാതെ സപ്ലിമെന്ററി എന്നുള്ളൊരു പുതിയ വേർഡുണ്ട്. സപ്ലിമെന്ററി. ഈ സപ്ലിമെന്ററി എന്നുള്ള വേർഡ് എന്ന് പറഞ്ഞാൽ പഴയ ഫെയിലായ കുട്ടികൾക്കുള്ള എക്സാം എന്നുള്ള പേരാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ +2 പഠിക്കുന്ന കുട്ടികൾക്കും നേരത്തെ +2 ഫെയിലായ കുട്ടികൾക്കും എല്ലാം ഈ ഇംപ്രൂവ്മെന്റ് എഴുതാൻ പറ്റും എന്നുള്ളതാണ് അതിനുള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് സന്തോഷിക്കാം. കാരണം എത്രയും വേഗം ഇപ്പൊ ജയിക്കണമെന്ന് ഇപ്പോൾ +2 ഫെയിലായ കുട്ടികൾക്കുണ്ട്. +2 പഠിക്കുന്ന കുട്ടികൾക്കൊന്നും അത്രയ്ക്കും കൂടെ സീരിയസ്നെസ് ആയിട്ടില്ലെങ്കിലും ഫെയിലായ കുട്ടികൾക്ക് ഇത് എത്രയും ഇതിനകത്തൊന്നും എനിക്കൊന്ന് കരകയറണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. വീട്ടുകാർക്കും കുട്ടികൾക്കും ഉണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലൊന്നും അല്ല കാര്യങ്ങൾ. ഇനി നമ്മൾ അവർ പറയുന്ന പോലെ കേട്ട് നിൽക്കുക. നമുക്കിപ്പോൾ നല്ല ടൈം ഉണ്ടായിരുന്നു. +1 +2 റെഗുലറായിട്ട് പഠിച്ചപ്പോൾ ഇതൊന്നും നമ്മൾ മറന്നുപോയി, ഇതൊന്നുമേ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ നടക്കുന്നില്ല. ഇതിപ്പോ നിങ്ങൾക്കൊരു പാഠമായിട്ടിരിക്കണം. മീൻസ് ഇപ്പൊ +2 പഠിക്കുന്ന കുട്ടികൾ വളരെ സിമ്പിൾ ആയിട്ടാണ് പോകുന്നത്. അവരുടെ സമയങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ സിമ്പിളായിട്ട് കടന്നു പോവാം. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് പിന്നെ ചിന്തിക്കുന്നത്. അന്നേരം നമുക്ക് കൂട്ടുകാരോ നാട്ടുകാരോ ഇല്ല, വീട്ടുകാർ മാത്രമാണ് നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ +2 പഠിക്കുന്ന കുട്ടികളാണേലും +2 ഫെയിലായ കുട്ടികളാണേലും ഇനിയും വരാൻ പോകുന്ന ഈ എക്സാമിന് മാക്സിമം മാർഗം എന്നുള്ള രീതിയിൽ കൂടെ എത്തിക്കണം. നമ്മുടെ ക്ലാസ് ഒക്കെ വേണ്ടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസുകളും, ജയിക്കാൻ വേണ്ട ഇൻസ്ട്രക്ഷൻസുകളും അതിനോടൊപ്പം തന്നെ ക്ലാസ്സുകളും അതിനോടൊപ്പം തന്നെ മെറ്റീരിയൽസുകളും തന്നുള്ള ക്ലാസ് ആണ്. നിങ്ങൾ ഉറപ്പായിട്ട് ജയിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ഓക്കെ, നിങ്ങൾക്കപ്പോൾ എങ്ങനെയൊക്കെയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, പഠിക്കേണ്ടതിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിലോ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇപ്പൊ മാത്സ് ആണെങ്കിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പൊ അതിനുള്ളിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്ററുകളാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് എക്സാമിന് വരാറുള്ളത്, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് 6 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങളെ എത്തിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ച് തീർക്കാൻ പറ്റും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ, ചുരുക്കം ക്വസ്റ്റ്യൻസുകൾ കൊണ്ട് തന്നെ ജയിക്കാനുള്ള വഴികളും അതിനകത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനിയും തീരുമാനിക്കണം ഏതൊക്കെ സബ്ജക്റ്റുകൾ. ഇപ്പൊ +2 പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ചിലപ്പോൾ 2, 3 മിക്കവരും ജയിച്ച് കാണാം. ഒത്തിരി പേര് ജയിച്ച് പോയവരുണ്ട് ഫുൾ സബ്ജക്റ്റും. പക്ഷേ ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അപ്പൊ ഏതൊക്കെ ഇംപ്രൂവ് ചെയ്യണം, നിങ്ങൾ ഏതൊക്കെയാണ് നെക്സ്റ്റ് ഇയറിൽ ഏത് ഹയർ സ്റ്റഡിയാണ് പഠിക്കാൻ പോകുന്നുള്ളതിനെ ബേസ് ചെയ്ത് ഏത് സബ്ജക്റ്റ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കാനുള്ള സമയമാണ്. ഇതിപ്പോ ചടേ ഭടേ എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് പോകും കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇപ്പൊ നമ്മൾ ഓണമൊക്കെ ആയതുകൊണ്ട് അതിങ്ങനെ ഒന്ന് നീക്കുകയാണ്. ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ എത്തും, നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കണം, ഉടനെ എല്ലാ കാര്യങ്ങളും സ്പീഡിലെത്തും. അപ്പോൾ നിങ്ങൾക്ക് സമയമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പോഴേ തുടങ്ങിക്കണം. ഓക്കെ, ഇതൊന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഏത് വരുന്ന പുതിയ നോട്ടിഫിക്കേഷനും ഈ ചാനലിൽ കൂടെ കൃത്യമായിട്ട് നിങ്ങളിലോട്ട് ഉടൻ തന്നെ എത്തിച്ചിരിക്കും. മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.